ഹലോ എല്ലാവരും എന്തെടുക്കുക? അപ്പോൾ സുഖമാണോ? അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സാധനമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചാർട്ട് പേപ്പറാണ് ഞാൻ ഇതിലെടുക്കുന്നത്. കുറച്ച് തിക്കായിട്ടുള്ള പേപ്പർ എടുക്കുകയാണ് നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പർ എടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ള പേപ്പർ എടുക്കും. ഞാൻ ഇപ്പോൾ ചാർട്ട് പേപ്പർ എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട്ബുക്കിലെ പേപ്പർ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. തിക്കായ പേപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും ബാലൻസ്ഡ് ആയിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് തിക്കായ പേപ്പർ എടുക്കണത്. എന്നിട്ട് ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ ബട്ടർഫ്ലൈസിൻ്റെ 2 വിങ്സാണ് വരച്ച് കൊടുക്കുന്നത്. ഒരു വിങ്സ് വരച്ചിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് അടുത്ത വിങ്സ് വരക്കുകയാണ്. അങ്ങനെ ഈ ഒരു പേജ് മൊത്തം, ഈ ഒരു ചാർട്ട് മൊത്തം ഞാൻ 2 വിങ്സ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് വിങ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വരക്കാം. അതറിയത്തില്ല എന്നുണ്ടെങ്കിൽ വേറെ വരക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇത് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ വരച്ച സംഭവം ഉണ്ടല്ലോ, ആ വരച്ചതിലൂടെ മാത്രം കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കണ്ട, കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ 2 വിങ്സ് മാത്രം വരച്ചു. ഒരു വിങ് വരച്ചിട്ട് സ്പേസ് ഇട്ടിട്ടാണ് അടുത്ത വിങ് വരച്ചത്. അപ്പോൾ ഒരു കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടൊരു സ്പേസ് വേണം. അങ്ങനെയാണ് നമ്മളിത് കട്ട് ചെയ്യേണ്ടത്. വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്യാൻ ഭയങ്കര പണിയാണ് കേട്ടോ. ഞാൻ കട്ട് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ടൈം എടുത്തത്. നല്ല പണിയുണ്ട് ഇത് കട്ട് ചെയ്യാൻ. അങ്ങനെ ഇത് എല്ലാതും കട്ട് ചെയ്ത് എടുത്തിട്ട് ഫുള്ളായി. ഇപ്പോൾ ഇനി ഒരു ലാസ്റ്റ് ഒന്നും കൂടെ ഉള്ളൂ എനിക്ക് കട്ട് ചെയ്യാനുള്ളത്. നല്ല കഷ്ടപ്പെട്ടിട്ടോ ഇത് ഫുള്ള് കട്ട് ചെയ്യാൻ. ലാസ്റ്റ് ഒന്നും കൂടെ ഉള്ളൂ കട്ട് ചെയ്യാൻ. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്തിട്ട് നിങ്ങൾ വിങ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരക്കാവൂ കേട്ടോ ബെറ്റർ. ഇത് കട്ട് ചെയ്തെടുക്കാൻ നല്ല പാടാണ്. അപ്പോൾ മറ്റേതും കൂടെ ലാസ്റ്റ് 1 കൂടെ ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, കട്ട് ചെയ്ത് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഗൈസ്, ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു പേപ്പറില്ലേ, പേജിൻ്റെ സൈഡിൽ ഗം ഒട്ടിക്കണം. ഞാനിപ്പോൾ ഫെവിക്കോളാണ് യൂസ് ചെയ്യണത്. ഒരു ഗമ്മായിട്ട് നമ്മളവിടെ ഒരു ഗം ഒട്ടിക്കണം. ഇതിപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാതും കംപ്ലീറ്റായി ഗൈസ്. കട്ട് ചെയ്തതൊക്കെ കംപ്ലീറ്റായി. വീഡിയോയിൽ കാണിച്ച പോലെ ഗമ്മ് പേസ്റ്റ് ചെയ്ത് മറ്റേ സൈഡ് കൊണ്ട് ഒട്ടിച്ചെടുക്കണം. വീഡിയോയിൽ കാണുന്ന അതേപോലെ നിങ്ങൾ ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണം, ഇപ്പോൾ കറക്റ്റായിട്ടോ. ഇത് ഒരു എല്ലാതും ബട്ടർഫ്ലൈസ് ആയി തോന്നുന്നില്ലേ നിങ്ങൾക്ക്? തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചെങ്കിലും ബട്ടർഫ്ലൈസൊക്കെ ആയി തോന്നണില്ലേ? ഞാൻ ലൈറ്റ് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു, സോറി ഗൈസ്. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ലൈറ്റ് ഇടേണ്ട. അല്ലാതെ വേറൊരു 2 ലൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു ഫൈനൽ ലുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ലാമ്പും കൂടെ വെച്ചാൽ അടിപൊളിയായി ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു മൂഡിലാണ് ഇല്ലേ? ഇപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ? അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ആയിത്തീർന്നു. അടിപൊളി സംഭവമായിട്ടില്ല ഇപ്പോൾ കാണാൻ. അപ്പോൾ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഇന്നത്തെ വ്യൂവർ നെയിം അമാന എന്നാണ്. ഹലോ അമാന, ഹൗ ആർ യു? താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് മൈ ചാനൽ. അപ്പോൾ നിങ്ങളുടെ പേര് ഇതേപോലെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ പേര് കമൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻസ് പറയാനുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.